ഹലോ റിയ. ആടി, ഇവിടെ വല്ലാത്ത നോയ്സൻസ്. ഒരു മിനിറ്റ്. ഒന്നുമില്ലടി, ഇവിടെ മഴയാ. പോയി വന്നോ? സംസാരിച്ചോ? ദേഷ്യം മാറിയില്ലേ? എനിക്ക് പോലെ ആരോട് ദേഷ്യമില്ല. പിന്നെ എന്തിനാ ചെയ്യ? നീ എന്തൊന്നും മിണ്ടാത്ത? എടി, അത് സ്വപ്നല്ലടി. എന്താ? അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവളെ പ്രപ്പോസ് ചെയ്തത്. നേരിട്ട് പറയാൻ പഠിച്ച സ്വപ്നം താലോലിച്ച് നടക്കണം. എന്നിട്ടോ സ്വപ്നത്തെ കിട്ടിയ അടിയുടെ ആഫ്റ്റർ എഫക്റ്റില് ഉരുണ്ട് വീണ് ആ കുഞ്ഞി തലയും പൊട്ടിച്ച് നിൽക്കണം. എടി, അത് തന്നെ, അത് സ്വപ്നമായിരുന്നില്ലടി. നീ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. റിയ, ജയ, ക്ഷമിക്കടാ. ഞാൻ എടാ, നീയാള് കൊള്ളാലോ. അവന് അവന്റെ ഒരു കിസ്സും. നാളെ നിന്റെ ഈ പ്രാണം നിര്യാതനാവൂടി. കയ്യിലിരിപ്പോണ്ട് ഒപ്പിച്ചതല്ലേ, മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിക്കോ. കുത്ത് കുത്ത്, എന്റെ നെഞ്ഞത്തിട്ട് തന്നെ കുത്ത്. അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയണോ? എന്നെ ആരെക്കാളും മനസ്സിലാക്കിയവരാ നിങ്ങൾ. എനിക്കറിയാം, തെറ്റുമുള്ള എന്റെ ഭാഗത്ത് തന്നെയാ. ഞാൻ ഒരിക്കലും ഇങ്ങനൊന്നും, നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരുമില്ലാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പക്ഷേ അവൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. കൂടെ നടന്ന് ഇങ്ങനെ ഒരു ചെറ്റത്തരം ചെയ്തതിന്. എന്തിനെന്റെ കൂടെ നിന്നവരല്ലേ, എനിക്ക് വേണ്ടി സംസാരിച്ചവരല്ലേ. സത്യമൊക്കെ നിങ്ങൾ അറിഞ്ഞ എന്നെ വെറുക്കുമെന്ന് എനിക്കറിയാം. ഈ അകർച്ച എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നറിയ. എന്ത് കാര്യത്തിന് എന്നെ ബോർഡാക്കിയത് നീയല്ലേ. എന്നെ ഒരിക്കലെങ്കിലും ഒന്ന് മനസ്സിലാക്കടേ. ഒരു തവണ നിന്നെ കണ്ടാൽ മാത്രം മതി എല്ലാത്തിനും ഒന്ന് മാപ്പ് ചോദിക്കാൻ. അപ്പൊ ഇപ്പൊ അവിടെ ഉണ്ടോ? അവൻ വേണ്ട റിയ, നീ എത്രയൊക്കെ അവന്റെ വർഷം ചേർന്ന് സംസാരിച്ചാലും എന്നെ മാറ്റാൻ നിനക്ക് പറ്റില്ല. പിന്നെ എന്തിനാ അവനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കണ? പറഞ്ഞു വിട്ടൂടെ? എല്ലാം കഴിഞ്ഞതല്ലേ, അവനെ മനസ്സിലാക്കാൻ നമ്മളല്ലോ. നീ എപ്പോ വിളിക്കുമ്പോഴും പറയുന്നതല്ലേ അവനവിടെ സന്തോഷത്തിലാണ്. തോന്നുന്നുണ്ടോ നിനക്ക്? ഇനി നിന്നെ ഞാൻ എവിടെയോടെ അന്വേഷിക്കണ്ടേ? ജയ ഒരിക്കലും നിന്നെ കുറിച്ച് പറയില്ല. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സന്തോഷം നീ അവനെ വിളിക്കുന്നുണ്ടല്ലോ നോക്കുമ്പോഴാ. ജയ, നീ കേൾക്കുന്നുണ്ടോ? ശരി, ഞാനൊന്നും പറയുന്നില്ല. ഇത് ഞാനെന്ത് പറയാനാ? നീയല്ല എല്ലാം തീരുമാനിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഒരു ദിവസം നീ നിന്റെ ചിക്കുനെയും കൂട്ടി ഇങ്ങോട്ട് വാ. അപ്പൊ നീ ഇങ്ങോട്ടില്ലേ? അങ്ങനല്ലടാ, എന്റെ തിരക്ക് നിനക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ടാ. അല്ലാതൊന്നുമല്ല. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരിയെന്നാ. എവിടേക്കാ? മഴയെല്ലാം നിന്നു. രാവിലെ ആന്റിയോടും അങ്കിളിനോടും പറഞ്ഞാൽ മതി. ഞാൻ ചെല്ലട്ടെ. മുഖം എന്താ വല്ലാതിരിക്കണ? ഒരു ഫ്രണ്ട്ഷിപ്പ് ഹഗ് തരുമോ? സോറി, ഞാനൊന്നും. വേണ്ട, നീ ചെന്ന് കിടക്ക. അത് വേണ്ട, ഞാൻ ചെല്ലട്ടെ. ഇന്നിവിടെ നിന്നൂടെ? എനിക്ക് നിന്നോട്. റിയ ഓസ്ട്രേലിയയിലാണ്. ആന്റിയുടെ ഒപ്പം? ആന്റി ഒരു വർഷം മുന്നേ. ഇപ്പൊ അവൾ ഒറ്റയ്ക്കാ. എന്നും വിളിക്കും, നിന്നെ കുറിച്ചും ചോദിക്കും. എനിക്ക് അവളോട് പിന്നെ സംസാരിക്കാം. നീ തന്നെ വിളിച്ചോ, ഞാൻ നമ്പർ തരാം. സോറി, ഇങ്ങനൊന്നും ഞാൻ ഒരിക്കലും. അതിനെ കുറിച്ചൊന്നും ഇനി പറയണ്ട. വേണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക്. ഞങ്ങൾക്കറിയാം നിന്നെ. അപ്പൊ നിങ്ങൾക്കെല്ലാം. അവൾ തന്നെ ഈ സംശയം ആദ്യം പറഞ്ഞിരുന്നു. എന്നെ ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് അറിയാടാ, ക്ഷമിക്കുന്നോട്. നീ എന്തിനാ ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന? കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം വിട്. ഓടിനോ? എന്താടാ രാവിലെ തന്നെ തുടങ്ങിയോ? എടി ചേച്ചി, ഒരു കാര്യം അറിഞ്ഞോ? എന്താണെങ്കിലും പറഞ്ഞാലോ അറിയോ. നീ എന്തിനാ ഇവിടെ കിടന്ന് കാറിക്കോണം? അത് പിന്നെ ചേച്ചി, പെട്ടെന്ന് വന്ന എക്സൈറ്റ്മെന്റില് ഞാൻ എല്ലാം മറന്നുപോയി. എനിക്കിതാ ഇങ്ങനെ വരുന്നുണ്ട്. ഓ എന്റെ ചേച്ചി. എന്തിനാ നീ വിളിച്ചു പോയത്? അല്ല, നീയോ നിന്റെ ഫ്രണ്ടോ ആരെങ്കിലും ഒരാൾ ജീവനോടുണ്ടോന്നറിയാൻ വിളിച്ചതാ. ഇല്ല, ഞങ്ങൾ ചത്തു. എന്തേ? ഞാനിന്ന് ഇറങ്ങുവാ.
ആ നീയൊന്ന് നിക്കടാ. എല്ലാവരും എവിടെ? ചിക്കു, ഞാൻ കണ്ടില്ല ചേട്ടാ. വാവേ, ആ പെണ്ണിനെയും കാണാനില്ലല്ലോ.